അച്ഛന്മാരെ നമ്മൾ തെയ്യം കാണാൻ പോകുന്നത് കല്യാശ്ശേരി കനിത്തോട്ടത്തിൽ ശ്രീ കതിവന്നൂർ വീരൻ ദേവസ്ഥാനത്താണ്. പിന്നെ അവിടെ കതിവന്നൂർ വീരുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വരാം. അപ്പോൾ നമ്മൾ കാവിലെത്തുമ്പോൾ തന്നെ തോറ്റമ്പാട്ടൊക്കെ തുടങ്ങിയിരുന്നു. തെയ്യം തുടങ്ങാൻ അല്പസമയം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചെമ്പരത്തിത്തിരയ്ക്ക് തീ വയ്ക്കാനും ആരംഭിച്ചു. തെയ്യം പുറപ്പെടാനായി പുറപ്പാട് കാണാം. ധീരസമ്പന്നമായ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു വീരയോദ്ധാവായിരുന്നു മന്തപ്പൻ ചേതുവൻ. ചുഴലി ഭഗവതിയുടെ അനുഗ്രഹത്താൽ കുമാരനാശനും ചക്കിയമ്മയ്ക്കും ജനിച്ച പുത്രനാണ് മന്തപ്പൻ. തികഞ്ഞ പോരാളിയായി മാറണമെന്നത് മന്തപ്പൻ്റെ ആഗ്രഹമായിരുന്നു. മന്തപ്പൻ പൂർണ്ണസമയവും കൂട്ടുകാരോടൊപ്പം പേട്ടയാടി രസിച്ചു. മകന്റെ ഈ സ്വഭാവത്തിൽ കോപിതനായ പിതാവ് ഭാര്യയായ ചക്കിയോട് ഭക്ഷണം പോലും നൽകരുതെന്ന് വിലക്കി. അന്ധയായിരുന്ന ചക്കിയമ്മ ഭർത്താവ് വിലക്കിയിട്ടും രഹസ്യമായി മന്തപ്പന് ഭക്ഷണം നൽകാൻ ആരംഭിച്ചു. ഒരു ദിനം മന്തപ്പൻ കൂട്ടുകാരോടൊപ്പം കുടകുമല കയറാൻ തീരുമാനിച്ചു. എന്നാൽ അവർ നൽകിയ മദ്യത്തിൽ അവൻ അബോധാവസ്ഥയിൽ ഒറ്റപ്പെട്ടു. നിരാശ തോന്നിയ മന്തപ്പൻ കതിവന്നൂരിലെ തൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ അഭയമർപ്പിച്ചു. അമ്മാവൻ്റെ കൂടെ ജോലി ചെയ്ത് അവൻ തൃപ്തനായി ജീവിച്ചു. പിന്നീട് മന്തപ്പൻ ചെമ്പരത്തിയുമായി വിവാഹം ചെയ്തു. അന്നേരമാണ് കുടകിൽ നിന്ന് വന്നവർ ആസന്നമായ ആക്രമണം ആരംഭിക്കുന്നത്. മന്തപ്പൻ കുടകിൽ നിന്നു വന്ന് ആക്രമിക്കുന്നവരെ തോൽപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അതിനായി ഒരു പടയും അവൻ സൃഷ്ടിച്ചു. അങ്ങനെ യുദ്ധമുണ്ടായി. യുദ്ധത്തിൽ മന്തപ്പൻ ജയിച്ചു. കുടകു ആക്രമണക്കാർ നാടുവിട്ടു. പിന്നീട് ഒരു ദിനം തൻ്റെ പീഠമോതിരം യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ കുന്നിൻ ചെരുവിലേക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു മന്തപ്പൻ. പക്ഷേ കൂട്ടുകാർ അത് എതിർത്തു. കൂട്ടുകാരുടെ ഇത്തരം സന്ദേശങ്ങൾ എതിർത്ത് അങ്ങ് ചെന്ന മന്തപ്പൻ പീഠമോതിരം തപ്പാൻ ആരംഭിച്ചു. പക്ഷേ പിറകിൽ കുടകുകാർ ആക്രമണം നടത്തി. മർദ്ദനത്തിൽ മന്തപ്പൻ മരണത്തിന് വണങ്ങി. തൻ്റെ ഭാര്യ ചെമ്പരത്തിയും മന്തപ്പൻ്റെ ചിതയിൽ ചാടി മരിച്ചു. ദിവസങ്ങൾക്ക് ശേഷം മന്തപ്പൻ്റെ അമ്മാവനും മകനും ദൈവവിളി ഉണ്ടാകുന്നു. മന്തപ്പൻ ദൈവക്കരുവായി പുനർജനിച്ചിരിക്കുന്നു. പിന്നീട് അവന് ആ നാട്ടുകാർ നൽകിയ പേരായിരുന്നു കതിവന്നൂർ വീരൻ. ഈ കതിവന്നൂർ വീരനാണ് വടക്കേ മലബാറിൽ ആരാധിച്ചു വരുന്ന ഈ വീരദേവൻ.